നാട്ടിൽ നിന്ന് കൊണ്ടുതന്ന മാങ്ങ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ചിലതൊക്കെ പച്ചയാണ്. പഴുത്ത മാങ്ങ ഞാൻ 4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഒരു ഈസി ആണല്ലോ മാമ്പഴ പുളിശ്ശേരി പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ശർക്കര ഇടുക. ശർക്കരയ്ക്ക് പകരം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വേവിക്കാൻ വെക്കുക. പിന്നെ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊഴിക്കുക. കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര്, ഒരുപാട് പുളിയുള്ള തൈര് ഒഴിക്കരുത്. എന്നിട്ട് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അതൊന്ന് താളിച്ചൊഴിക്കുക. അപ്പം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് താളിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ്, മാമ്പഴ പുളിശ്ശേരിയും പിന്നെ അടിപൊളി നെമ്മീൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.